ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള ഞാവൽ പഴത്തിൻ്റെ ഒരു ജ്യൂസ് ഐറ്റമാണ്. ചിലർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് അത്ര അധികം ഇഷ്ടമല്ല, കാരണം ഇതിനൊരു ചവർപ്പ് ടേസ്റ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ കളറ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പല്ലിലും അതുപോലെ നാവിലൊക്കെ ഒരു കറയായിട്ട് കിടക്കും. പക്ഷേ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ പഴത്തിനെ ഒരു നെവർ മൈൻഡാക്കി വിടൂല. കാരണം എന്താ വെച്ചാൽ ഈ മരത്തിൻ്റെ ഫ്രൂട്ട്, അതുപോലെ ഇതിൻ്റെ സീഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് എല്ലാം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. മറ്റുള്ള പഴങ്ങളെപ്പോലെയല്ല, ഒരുപാട് വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നെവർ മൈൻഡ് ആക്കി വിടാതെ ജസ്റ്റ് കഴിച്ചു നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ പഴം എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ വേറെടുത്തെടുക്കുന്നുണ്ട്. നമുക്ക് ജ്യൂസ് അടിക്കാനുള്ളതാണ്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം മതി. പക്ഷേ അതിൻ്റെ കുരുവിൻ്റെ ഗുണങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ ഞാവൽപ്പഴവും അതുപോലെ ഇതിൻ്റെ കുരുവൊക്കെ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കുരു ഉണക്കി പൊടിച്ചതിന് ശേഷം ഈ പൊടിയാണ് പ്രമേഹ രോഗികൾ ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നവർ പറയുന്നുണ്ട് നല്ല ചേഞ്ചാണ്, നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് പഴമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിച്ചു നോക്കുക. കാരണം നമ്മളെ ബോഡിക്ക് വരുന്ന വിളർച്ചക്കും അതുപോലെ അങ്ങനത്തെ പല അസുഖങ്ങൾക്ക്, വയറുകടിക്കൊക്കെ നല്ല മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാനിതിൻ്റെ കുരുവും അതുപോലെ ഇതിൻ്റെ പൾപ്പും ഒക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ജ്യൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൾപ്പ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ നോർമൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരമുറി നാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചവർപ്പൊന്ന് മാറിക്കിട്ടും. ജസ്റ്റ് ഒരു പുളിയുടെ ടേസ്റ്റും കൂടെ നമുക്ക് ജ്യൂസിന് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബ്ലെൻഡർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലധികം വേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ ഒന്നും കൂടി അടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.